ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഗൈസ് വേറെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. സോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ സംഭവം ബാലൻസ് ആണ് ചെയ്യുമ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ സൈക്കിളിന് പണി കിട്ടി കൊണ്ടുപോയിട്ട് നന്നായില്ല. അപ്പോൾ ഗൈസ് ട്യൂബിൻ്റെ പ്രശ്നമാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ട്യൂബ് മാറ്റാൻ പോകണം. ഗൈസ് അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ കാണിക്കാൻ പോകണം. സോ ഗൈസ് അപ്പോൾ അത് നമ്മുടെ സൈക്കിൾ വണ്ടി സൈക്കിൾ ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂബ് മാറ്റാൻ പോകണം, സംഭവം കാണിക്കാൻ പോകണം. പക്ഷേ കണ്ടോ കാറ്റുള്ള പറഞ്ഞ പോലെ പഞ്ചറാണ്. പക്ഷെ നമ്മൾ പഞ്ചറാണെന്നൊന്ന് കടയിൽ കൊണ്ടേ കൊടുത്ത് പുള്ളി 2 പ്രാവശ്യം എത്തിച്ച്. എന്നാൽ പുള്ളിക്ക് രണ്ടാമത് ഒട്ടിച്ച് പറയാമെന്നാണ്. ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത് ഒട്ടിച്ചപ്പോൾ പുള്ളി പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഇത് ട്യൂബിൻ്റെ പ്രശ്നമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഗൈസ്. അപ്പോൾ സൈക്കിൾ എന്താണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പം ട്യൂബിൻ്റെ പ്രശ്നമാണെന്ന് ഓർത്ത് നമ്മളിപ്പോൾ ഇന്ന് ട്യൂബ് വാങ്ങാൻ പോകണമാണ്, കടയിൽ പോകണമാണ് ഗൈസ്. അവിടെ ഐസ്ക്രീം വണ്ടിയിൽ ഒച്ച വെക്കുന്നുണ്ട്. ഐ ഗസ് പുറത്തൂടെ പോകണേ. സോ ഗൈസ് അപ്പോൾ കണ്ട ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയില്ല. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വാങ്ങണമെങ്കിൽ ഇത് അവിടെ കൊണ്ട് കൊടുക്കണോ കൊണ്ടുപോകണം, ഇത് ഉന്തിക്കൊണ്ട് പോകണം, അതാ ശോകം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിട്ട് ഇത് വാങ്ങണം. എന്തെന്നാ നമ്മളെ സോ ഗൈസ് ഫസ്റ്റ് പോയിട്ട് നമുക്കിത് വാങ്ങാനുണ്ട്. അപ്പോൾ സൈക്കിളിലെ ട്യൂബ് വാങ്ങണം. ട്യൂബ് കടയിൽ ചെന്ന് വാങ്ങണം. അപ്പോൾ അത് എന്താണ് സൈസ് അറിയില്ല. അപ്പോൾ യൂട്യൂബ് നോക്കാൻ കണ്ടുപിടിച്ച് എങ്ങനെ അതിൻ്റെ സൈസ് അറിയില്ല. ടയറിൻ്റെ സൈഡിലുണ്ടാവും. ബിക്കോസ് എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറും ബാക്കിൽ കിടക്കുന്ന ടയർ രണ്ടിനും ഉണ്ടാവും. ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ആ സൈക്കിളിൻ്റെ ടയർ തന്നെ, ബാക്കിൽ കിടക്കുന്ന മാറ്റി വെച്ച് സൈസ് ചെറുതായി പോയി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ടയറിൻ്റെ സൈസ് ഏതാണെന്നൊക്കെ അറിയില്ല. അപ്പോൾ അത് നോക്കണം. അപ്പോൾ ഇനി അത് നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കിത് കടയിൽ പോയി ആ സൈസ് പറഞ്ഞ് ആ സെയിം ട്യൂബ് വാങ്ങി കൊണ്ടുവന്ന് നന്നാക്കാം ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ഇനി അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ചെറുതായിട്ട് പോയി ഇതിൻ്റെ സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് വരാം. സോ ഗൈസ് അപ്പോൾ ഇപ്പം നമ്മൾ സാധനം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂബ്. അപ്പോൾ അതേ പഴയ ട്യൂബ് അവിടെ പഞ്ചാര കിടക്കണം. ഇതും കൊണ്ട് ശരിയാക്കി തരുമെന്നാണ് പറയുന്നത്. മര്യാദ കടയെ കൊണ്ട് മാറ്റാൻ പോയാണ്. ഇവൻ പറഞ്ഞ് എന്തിനാ പൈസ കളയണ, ഇവന് പണിയറിയാന്ന് പറഞ്ഞ് ഇവൻ ശരിയാക്കി എങ്ങനെ ശരിയാക്കി തരുമോന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കണില്ല, നമ്മൾ ഇവിടെ തന്നെ ശരിയാക്കാൻ പോകണം. അപ്പോൾ ഇനി എന്താണ് ശരിയാക്കട്ടെ, കുറച്ച് പണിയുണ്ട്. പിന്നെ ബ്രേക്ക് വാങ്ങിയിട്ടില്ലേ, ബ്രേക്കിൻ്റെ കട്ട വാങ്ങിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കട്ടോടെ എടാ ഇതാക്കട്ടെ തന്നെയല്ലേ? സെയിം കട്ട. അപ്പോൾ ഇതും കൂടെ വെക്കണം. അത് വെച്ചാൽ സൈക്കിൾ ഫുൾ ബ്രേക്കാണ്. പണ്ടത്തെ പോലെയല്ല, ബ്രേക്കൊക്കെ കിട്ടും പിടിച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇതൊന്ന് പൊട്ടിക്കട്ടെ. അവിടെ പിടിച്ചാൽ ഞാൻ പൊട്ടിക്കാൻ കാണിച്ചു. ഇടക്കൊക്കെ അങ്ങനെ പറ്റും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതാണ് നമ്മുടെ ട്യൂബ്, കണ്ട റബ്ബറും കൊണ്ട് ഉണ്ടാക്കിയ ട്യൂബാണ് ഇത്. ലക്ഷങ്ങളിൽ ഒന്ന് മാത്രമാണ് വെറുതെ. എല്ലാ ട്യൂബും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകണം. അല്ല ഇതാണ് നമ്മുടെ ട്യൂബ്. എടാ ഈ ട്യൂബ് ആണല്ല, മറ്റേതല്ലേ വേണ്ടത്? ഇല്ലില്ല, ഉള്ളിന്ന് വരുമ്പോ ഇല്ലില്ല, ഉള്ളിന്ന് ഇത് ഇത്രയും ഭാഗം വരും, ബാക്കി കാണുന്ന ഭാഗം അതിന്റെ സെയിം ആടാ. ഇത് ചെറുത്, ഇത് വലുതാണ്. ഇത് മറ്റേത് സാധാ പഴയ സൈക്കിളിന്റെ ആണ്. ഇത് പുതിയ മോഡല്. കേറോന്നൊക്കെ ഇല്ലെങ്കിൽ തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഇത് മതി. മനുഷ്യന്റെ കിടലമായ ബുദ്ധി, ഇത് ടയർ ഊരിയെടുക്കാണ്ട് സാധനം ഊരാൻ പോയി. അപ്പൊ ഇത് പഴയ ട്യൂബ് അവിടെ തന്നെ ഇരിക്കും, പുതിയത് ഇടാനും പറ്റൂല. എടാ നടുക്കത്ത് അത് ഊരിയെടുക്കുക, ബ്രേക്ക് ഊരിക്കളഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റും. അല്ല ബ്രേക്ക് ഊരിക്കണം, അവിടെ ബ്രേക്ക് അവിടെ നിന്ന് ഊരിക്കളാ. ഞാൻ വലിച്ചു പറിച്ചെടുത്ത വലിക്കണ്ട, ലോക്കുണ്ട്, വലിച്ചാൽ മതി. എടാ ഇങ്ങോട്ട് വിളിക്ക്. ഇത് ഊരിട്ടേ വരാം. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഒരു ബോൾട്ട് അയച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബോൾട്ട് നമ്മൾ സക്സസ്ഫുള്ളി അയച്ചെടുത്തിട്ടുണ്ട്. മറിക്കാനാ എടാ അപ്പുറത്തയക്കണടാ, അത് മാത്രം നീക്ക്. അങ്ങനെ എടുക്കാൻ പറ്റൂലേ? എന്നാ പുറത്ത്. സോ ഗൈസ് സക്സസ്ഫുള്ളി നമ്മൾ പഴയ ടയർ വലിച്ചൂരി പുതിയതെടുത്തിട്ട് കണ്ട ഇപ്പൊ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ട്യൂബ് കയറ്റിക്കൊണ്ടിരിക്കണാണ്. ആൻസല പറയണ പോലെ ചെറുക്കൻ സീനാണ്, സിമ്പിളായിട്ട് ചെയ്തെന്ന്. കടയിൽ കൊണ്ട് 50 രൂപ നമ്മൾ ഫ്രീ ആയിട്ട് ഏൽപ്പിച്ചല്ലേ ആൻസലേ. ഇതൊക്കെ എത്രയാണ് പറ അണ്ണനെ? ഉപ്പ് സോഡ വാങ്ങിത്തര. അപ്പം 30 രൂപ ലാഭം കൈസ് എനിക്ക്. അതെ ഗൈസ് നമ്മൾ സിമ്പിളായിട്ട് ടയർ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രൊഫഷണലാണ് ഗൈസ്, പ്രൊഫഷണൽ ഗൈസ്. വേറെ കാര്യം പറഞ്ഞു, ആൻസൽ ജിമ്മിൽ ചേർന്നായിരുന്നു ഇന്നലെ. വേദനയൊക്കെ എങ്ങനെയുണ്ട് ആൻസൽ ജിമ്മിൽ ചേർന്ന്? ഗൈസ് അപ്പോൾ കുറച്ചേരം നമ്മളും പണിയെടുക്കട്ടെ. ബൈ.
സോ ഗൈസ് സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റഡ്. നമ്മൾ സൈക്കിളിൽ ട്യൂബ് പുതിയതിട്ട് കാറ്റ് നിറച്ച് കാറ്റ് പോണില്ല കണ്ടോ ഗൈസ്, കട്ട് അല്ല ഇപ്പം ശരിയാന്ന് ഉദ്ദേശിച്ച കണ്ട ഗൈസ്. ഇവനൊക്കെ പ്രോ, നമുക്ക് ഇതൊന്നും അറിയില്ലേ, നമ്മളെ പാവങ്ങള്. അവിടെ പൈപ്പ് പിടിച്ചിരിക്കുന്നു അവിടെ ഗ്രീസ് ചെയ്തോട്ട് അങ്ങനെയൊക്കെ ഇരിക്കും. കൈ കഴിക്കുന്ന നീ പോയി പേടിക്കണ്ട. നമുക്ക് ബ്രേക്ക് നമ്മൾ മിഷൻ 2 നമുക്ക് ബ്രേക്ക് വെക്കണം, അല്ലെങ്കിൽ നമുക്ക് വലിച്ചോർച്ച് ഊരി എടുക്കാം. പുതിയ സാധനമൊക്കെ നീ കണ്ടുപിടിക്ക്, ഞാൻ ഊരി എടുക്കാം എങ്ങനെയൊക്കെ സമയം എന്താ. ഇതാണ് നമ്മൾ പൂരി മാറ്റിയ ഇത്. ഇപ്പുറത്തെ ഞാനിട്ടു, ഇപ്പുറത്തെ ആൻസൽ കഷ്ടപ്പാട് അല്ല ആൻസൽ പാടുള്ള പണിയൊക്കെ ആൻസൽ ചെയ്യണം. മച്ചനെ ചെയ്ത് പഠിക്ക്, നിനക്ക് അവസരങ്ങൾ തന്നെയാണ്. ഓ സിമ്പിൾ, ഏതാ ഊരെടുത്ത പോലെ പണി കേട്ടായിരുന്നു. ബ്രേക്ക് വെച്ച് അങ്ങനെയൊക്കെ പിടിച്ച് പൊക്കിയിട്ട് പൊങ്ങി കഴിഞ്ഞത്. അതിന് ആരാ വെച്ച അല്ലേ ഫ്രണ്ടില് ബ്രേക്ക് വെച്ചൊക്കെ നമുക്ക് സെക്കൻഡ് ബ്രേക്ക് പുത്തൻ ബ്രേക്ക് ഒക്കെ വെച്ച് സൈക്കിൾ. അപ്പൊ സൈക്കിൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്യൂബ് ചേഞ്ച് ചെയ്ത് അതുപോലെ എന്താണ് സൈക്കിളിന്റെ ബ്രേക്കിന്റെ കട്ട മാറ്റി ഗൈസ് എല്ലാം പുതിയതിട്ട് വെച്ച് നമ്മൾ ഒന്നും നോക്കിയില്ല ഗൈസ്. ട്യൂബിന് എത്രയായി 150 രൂപ ട്യൂബിന്, പിന്നെ പെയറിന് 30 രൂപ വെച്ച് ബ്രേക്കിന്റെ കട്ട പക്ഷെ. അപ്പം ഇങ്ങനെ രണ്ടും മാറ്റിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ തീർന്ന് നമ്മുടെ സൈക്കിൾ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പണിയെടുത്തത് ഹാൻഡ്. ഞാൻ ആകെ വെച്ച് കൊടുത്തത് ഒരു ബ്രേക്കിന്റെ കട്ടയാണ്. നമുക്ക് അത് മാത്രം അറിയാറുള്ളൂ. പിന്നെ അപ്പുറത്ത് വെച്ച് പണിയുണ്ടായി, അപ്പോൾ അത് എന്താണ് ടൈറ്റ് ആവാണ്ടായില്ല. അപ്പോൾ തന്നെ ശരിയാക്കുന്നതാണ്. മറ്റേ അവരോടെയൊക്കെ സഹായിച്ച് ഗൈസ്, നമ്മളിങ്ങനെ പണിയെടുക്കാണ്ടൊന്നും ഇരുന്നില്ല. സോ ഗൈസ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് അപ്പോൾ നല്ല വീഡിയോ ആണെന്ന് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ പിന്നെയും കാണാം. അല്ല മനസ്സിലായി. ബൈ ബൈ.